Hi everyone, this is Shafi Muhammed. Welcome to this new video. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് എങ്ങനെ കാലത്ത് 5 മണിക്ക് എണീക്കാം എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് ടിപ്സാണ്. ഏറ്റവും പ്രധാനമായിട്ടും വേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നേരത്തെ കിടക്കുക എന്നുള്ളതാണ്. നേരത്തെ ഉറങ്ങുക. അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചാർജ് കമ്മ്യൂണിറ്റി ചാർജ് കൾച്ചറിന്റെ ഭാഗമായിട്ട് പറയുന്നത് രാത്രി 10 മണിയാകുമ്പോഴേക്കും ഉറക്കം എന്നുള്ളതാണ്. അത് തന്നെ ഉറങ്ങുന്നതിന് തൊട്ട് മുൻപ് 1 മണിക്കൂർ മുൻപ് ഫോൺ നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല. നിങ്ങൾ ഫോണൊക്കെ മാറ്റി വെച്ച് ഫാമിലിയോടുകൂടെ സമയം ചെലവഴിച്ചതിന് ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് എന്ത് ചെയ്യാം, മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുക. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഉറങ്ങിയതിനു ശേഷം കാലത്ത് 5 മണിക്ക് എണീക്കുന്നു. ഈ എണീക്കുന്ന സമയത്ത് ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വേണ്ട ഒരു കാര്യം, കാലത്ത് 5 മണിക്ക് എണീക്കും എന്നുള്ള ദൃഢമായിട്ടുള്ള ഒരു ആഗ്രഹം വേണം. ആ ആഗ്രഹം ഉണ്ടാവുന്നുണ്ടെങ്കിൽ എന്തിനാണ് ഞാൻ എണീക്കുന്നത് എന്നുള്ളൊരു ഉദ്ദേശശുദ്ധി വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ കുഞ്ഞുനാളിലൊക്കെ ടൂർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ പരിപാടികളോ കാര്യമുണ്ടെങ്കിൽ അത് 5 മണിക്ക് എണീക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. കാരണം എന്താ വെച്ചാൽ അന്ന് എന്ത് ചെയ്യണം, 5 മണിക്ക് എണീക്കുന്നത് എന്തിനാണ് എന്നുള്ള സ്ട്രോങ് കാരണം ഉണ്ടായിരുന്നു. വൈ ഇമ്പോർട്ടന്റ് ആണ്. ആ സ്ട്രോങ് കാരണം ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എണീറ്റു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ ഒരു സ്ട്രോങ് കാരണം നിങ്ങൾ എന്ത് ചെയ്യാം, ഉണ്ടാക്കിയെടുക്കുക. അതായത് കാലത്ത് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാം, പ്രാർത്ഥന ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അന്നത്തെ ദിവസം നിങ്ങൾക്ക് നേരത്തെ തുടങ്ങാം. അന്നത്തെ ദിവസം വളരെ എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് വളരെ പ്രൊഡക്റ്റീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സസൈസുകൾ ചെയ്യാം. നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാൻ സമയം ലഭിക്കുന്നു. ഇത്തരത്തിലുള്ള രീതിയിലൂടെയൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ക്രിയേറ്റീവായിട്ട് ഉപയോഗപ്പെടുത്താം. അപ്പൊ അത്തരത്തിലുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ചിന്തിച്ചുകൊണ്ട് കൂടുതൽ സമയം നിങ്ങൾക്ക് ജീവിക്കാനും ജീവിതം ആസ്വദിക്കാനും അനുഭവിക്കാനും ജീവിതത്തിന് വേണ്ടിയിട്ട് തയ്യാറെടുപ്പുകൾ നടത്താനും നിങ്ങൾക്ക് സമയം ലഭിക്കുന്നു. അതുകൊണ്ട് ഞാൻ കാലത്ത് 5 മണിക്ക് എണീക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. മറ്റൊരു കാരണം എന്താണെന്ന് വെച്ചാൽ കാലത്ത് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ സയൻസ് പറയുന്നത് വെച്ചാൽ കാലത്ത് 5 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇപ്പോൾ 30 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്ക് ഒരുപാട് ആൾക്കാർക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്നത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മെഡിക്കൽ സയൻസ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോർണിംഗിലുള്ള ഉറക്കം അതിനൊരു വലിയ പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുമെന്നാണ് പറയുന്നത്. കാരണം ബ്ലഡ് ക്ലോട്ട് ചെയ്യാനുള്ള സാധ്യത ആ സമയത്ത് കൂടുതലാണ്. അതിന് ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള റിസർച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല, അത് എന്റെ മേഖലയുമല്ല. പക്ഷെ എന്നാലും ഞാൻ നിങ്ങൾക്ക് അതിനൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് കാരണങ്ങളാണ് നമ്മൾ കാലത്ത് എണീക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ കാരണം സ്ട്രോങ് ആക്കി വെക്കുക. ഓക്കെ, രണ്ടാമത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം, എണീക്കാൻ വേണ്ടിയിട്ട് ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വിത്തിൻ 5 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, എണീക്കുക എന്നുള്ള തീരുമാനം എടുക്കുന്നു. അലാറം ബെല്ലടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്ത് ചെയ്യുന്നു, 5, 4, 3, 2, 1 ഗോ, ഗെറ്റ് അപ്പ് ആൻഡ് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മൾ ഒരു കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 5 സെക്കൻഡിനുള്ളിൽ തീരുമാനം എടുക്കുക. പലപ്പോഴും നമുക്ക് വിൽ പവർ നമുക്കില്ല. കാലത്ത് 5 മണിക്കാനുള്ള വിൽ പവർ ഇല്ലാത്തതിന്റെ കാരണം, വിൽ പവർ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറയുന്നത് നമ്മൾ ചാർജ് പ്രോഗ്രാമിൽ പഠിച്ചിട്ടുള്ളതാണ്. അതായത് പെട്ടെന്ന് ഡിസിഷൻ എടുക്കാവുന്നതാണ്. സെക്കൻഡ് തോട്ടിന് ടൈം കൊടുക്കരുത്. പെട്ടെന്ന് ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻസ് എടുക്കുക. വളരെ ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, 5 സെക്കൻഡ് റൂൾ എന്ന് പറയുന്ന ഒരു ബുക്ക് തന്നെയുണ്ട്. മെൽ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേഡി എഴുതിയിട്ടുള്ള പുസ്തകമാണ്. വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ്. വളരെ ഇന്റർനാഷണൽ ലെവലിലെ ബെസ്റ്റ് സെല്ലർ ആയിട്ടുള്ള ബുക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപയോഗപ്പെടുന്നതാണ്. പുസ്തകത്തിന്റെ പേര് 5 സെക്കൻഡ് റൂൾ. അപ്പൊ ഈ ബുക്കിൽ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വിത്തിൻ 5 സെക്കൻഡ്സിനുള്ളിൽ നിങ്ങൾ ഡിസിഷൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഡക്റ്റീവായിട്ടും നിങ്ങളുടെ വളരെ നല്ല രീതിയിലുള്ള ഒരു ഡേ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. അത് തീർച്ചയായിട്ടും എന്റെ ജീവിതത്തിൽ ഞാൻ പുസ്തകം വായിക്കുന്നതിന് മുൻപേ തന്നെ ഒരുപാട് തവണ അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായും എനിക്ക് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ ഇറ്റ് റിയലി വർക്ക്സ്. അപ്പൊ അതുകൊണ്ട് കാലത്ത് 5 മണിക്ക് എണീക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട റോള്, 5 മണിക്ക് എണീക്കാൻ ബെല്ലടിച്ച് അലാറം അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാൽ 5 സെക്കൻഡ് കൊണ്ട് എന്ത് ചെയ്യുക, ബെഡിൽ നിന്ന് എണീക്കുക, സ്ഥലം വിടുക. എന്നിട്ട് എന്ത് ചെയ്യണം, അവിടെ സ്റ്റാൻഡ് വിട്ട് പോകുക. അവിടെ നിന്ന് എന്ത് ചെയ്യുക, അവിടെ ബെഡിൽ പിന്നെ കറങ്ങിയിരിക്കരുത്, അവിടെ നിൽക്കരുത്. സോ അവിടെ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ ഡെയിലി ലൈഫിലുള്ള കാര്യങ്ങൾ എന്താണ്, അത്തരത്തിലുള്ള കാര്യങ്ങളോട് മുന്നോട്ട് പോകുക. മറ്റൊരു കാര്യം, നിങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. മറ്റൊരു മെത്തേഡ് ഉള്ളതെന്ന് വെച്ചാൽ നിങ്ങൾ അലാറം വെച്ചിട്ട് നിങ്ങൾ സ്നൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങളത് സ്നൂസ് ബട്ടൺ അമർത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, ഒരു 1, 2, 3 അലാറംസ് അടുപ്പിച്ച് വെക്കാം. ഒരെണ്ണം നിങ്ങൾ സ്നൂസ് ചെയ്തെല്ലാം അടുത്ത കുറച്ച് കഴിഞ്ഞാൽ 10 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അടിക്കും. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്, നിങ്ങൾ അലാറം എന്ത് ചെയ്യുക വെച്ചിട്ട് ഒരിക്കലും എന്ത് ചെയ്ത് തലയുടെ തൊട്ടടുത്ത് വെക്കരുത്. ഒന്ന്, റേഡിയേഷൻ കാര്യങ്ങളും ബുദ്ധിമുട്ടുകളും ഉള്ളത് കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതിനേക്കാളും ഏറ്റവും നല്ല മെത്തേഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഫോൺ കൊണ്ടുപോയിട്ട് നിങ്ങൾ അലമാറയിൽ വെക്കുക, അല്ലെങ്കിൽ അലമാറയുടെ മുകളിലും അവിടെ എവിടെയെങ്കിലും ഷെൽഫിന്റെ മുകളിൽ, അത് നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കണം. അത് സ്നൂസ് ബട്ടൺ അമർത്താനായിക്കോട്ടെ അല്ലെങ്കിൽ അലാറം ഓഫ് ചെയ്യാനാണെങ്കിൽ. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ബെഡിൽ നിങ്ങൾ എണീറ്റു സ്വാഭാവികമായിട്ടും മുന്നോട്ട് പോവുകയെന്നുള്ളതാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക. മറ്റൊരു മെത്തേഡുള്ള എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ബെഡിൽ നിന്ന് എണീക്കുന്ന സമയത്ത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ആ ഒരു ജീവൻ
അല്ലെങ്കിൽ പുതിയൊരു ദിവസം ജീവിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ദൈവം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രൊഡക്റ്റീവായിട്ട്, ആക്റ്റീവായിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ ജീവിക്കാനുമുള്ള ഒരു അവസരം നൽകുന്ന രീതിയിൽ നിങ്ങളെ ഡെയിലി 5 മണിക്ക് എണീക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറട്ടെ. തീർച്ചയായിട്ടും ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ്. നിങ്ങൾ മനസ്സിലാക്കുക, മെഡിക്കൽ സയൻസ് പറയുന്നത് മനസ്സിലാക്കുക, കാലത്ത് 5 മണിക്ക് മനുഷ്യൻ എണീക്കേണ്ടതാണ്. മനസ്സിലാക്കുക. അത് നിങ്ങളുടെ, ഞാൻ പറയുന്നത് വെച്ചാൽ സാധ്യത വർദ്ധിപ്പിക്കുന്നു. സ്ട്രെസ് അനുഭവിക്കുകയും അതേപോലെ തന്നെ ഒരുപാട് മാംസാഹാരം കഴിക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന മറ്റുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും കാലത്ത് കിടന്നുറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ, വെള്ളം കുടിക്കുന്നത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെഡിക്കൽ സയൻസ് പറയുന്ന പ്രകാരം ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഈ പറഞ്ഞിരിക്കുന്ന ഇൻഫർമേഷൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാലത്ത് 5 മണിക്ക് എണീക്കുക. നിങ്ങളുടെ ദിവസം സ്റ്റാർട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക. എല്ലാ ചാമ്പ്യൻസും കാലത്ത് 5 മണിക്ക് എണീറ്റുള്ളവരാണ്. നിങ്ങൾക്ക് അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറയുന്നു. എനിവേ, ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്ത് മറ്റുള്ള ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുന്നതിന് കൂടെ തന്നെ നിങ്ങൾ ആരെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 8086007785 എന്ന നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക. എന്നോട് പറയാം 8086880775. Anyway, this is Shafi Muhammed. See you later. Bye-bye. Take care. Have a fantastic day.